ശ്രീധരൻ വോട്ട് ചെയ്ത ആൾക്കാർ ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന് വോട്ട് ചെയ്തെങ്കിൽ ആ തീവ്രവാദികളെല്ലാം, ആ മതവാദികളെല്ലാം ഇപ്പൊ പോയി രാഹുൽ മാങ്കൂട്ടത്തിന് വോട്ട് ചെയ്തു എന്നൊക്കെ പറയുന്നത് പിന്നെ നെയ്വിറ്റി, പൊളിറ്റിക്കൽ നെയ്വിറ്റി എന്നൊക്കെ എനിക്കതിനെ പറയാൻ പറ്റും. എനിക്ക് ഈ മുസ്ലിം ലീഗ് ഉള്ളത് കൊണ്ടാണ് കേരളത്തിലെ മുസ്ലിങ്ങൾ സെക്യുലർ ആയിരിക്കുന്നത് എന്നല്ല ചിന്തിക്കേണ്ടത്. കേരളത്തിലെ മുസ്ലിങ്ങൾ സെക്യുലർ ആയതുകൊണ്ട് മുസ്ലിം ലീഗ് സെക്യുലർ ആയതാണ്. വോട്ട് ചെയ്ത് ജയിപ്പിക്കാനും തോൽപ്പിക്കാനും ഒക്കെ വലിയ ശക്തിയാണോ ഈ ജമാഅത്ത് ഇസ്ലാമി, SDPI ഒക്കെ? SDPI എന്ന് പറയുന്നത് എല്ലാ ലക്ഷണങ്ങളും തികഞ്ഞ ഒരു ഭീകര സംഘടനയാണ്. അവർക്ക് കേരളത്തിൽ ഒരു കൊലപാതകം നടത്താൻ മണിക്കൂറുകൾ മതി. അടിയന്തരാവസ്ഥക്കാലത്ത് ജയിലിലിട്ടപ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്കാരനും RSSകാരനും ഒരുമിച്ച് കമ്മ്യൂണിസ്റ്റുകാർ ഒരുമിച്ച് ജയിലിൽ കിടന്നിട്ടുണ്ട്. മതവാദികളായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയങ്ങൾ മുസ്ലിം ലീഗിലേക്ക് കയറി വരുന്നു. പാലക്കാട് നടന്ന ഉപതെരഞ്ഞെടുപ്പിലെ ഈ ഒരു പെട്ടി വിവാദം അവസാന സമയത്ത് ആ പരസ്യം ഇല്ലെങ്കിൽ സരിന് കുറച്ചുകൂടെ വോട്ട് കിട്ടുമായിരുന്നില്ലേ? എന്റെ തോന്നൽ അതാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം സാധാരണഗതിയിൽ ഈ അത്ഭുതങ്ങൾ സംഭവിപ്പിച്ചിട്ട് വോട്ട് കിട്ടുക എന്നുള്ളത് അവരുടെ DNA-യിലുള്ള കാര്യമല്ല. അന്ന് അതിൻ്റെ അകത്ത് പറ്റിപ്പോയ കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം അതൊരു ഇലക്ഷൻ കമ്മീഷന്റെ കാര്യമാക്കി മാത്രം മാറ്റുക. പോലീസും ഇലക്ഷൻ കമ്മീഷനും നടത്തേണ്ട കാര്യങ്ങളാണ്. അവിടെ CPM-ന്റെ ആളുകൾ പോയി നിൽക്കേണ്ട യാതൊരു ആവശ്യം ഉണ്ടായിരുന്നില്ല. അത് പോയി നിന്നപ്പോഴത്തേക്കും അത് ഒരു കോൺസ്പിറസിയാണ് എന്ന് പറഞ്ഞ് കേരളത്തിലെ മാധ്യമങ്ങളുടെ സഹായത്തോടു കൂടി പറഞ്ഞ് ഫലിപ്പിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസിന് പറ്റിയെന്നുള്ളതാണ്. ഇപ്പം പോലീസ് സെർച്ച് ചെയ്യുന്നു എന്നുള്ളത് വളരെ റുട്ടീനായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഇപ്പം ഞാൻ അതിന് ശേഷം 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ പാലക്കാട് ചെല്ലുന്നത്. ഞാൻ പാലക്കാട് ചെല്ലുമ്പോൾ അവിടെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുന്ന എല്ലാ മനുഷ്യരുടെയും ബാഗുകൾ പോലീസ് സെർച്ച് ചെയ്യുകയാണ്. അപ്പോൾ അതൊരു വളരെ റുട്ടീനായിട്ട് നടത്തുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ പഴിക്ക് തന്നെ വിടാതെ അതിൻ്റെ അകത്ത് കയറി ഒരു പൊളിറ്റിക്കൽ സ്റ്റേക്ക് ഉണ്ടാക്കി സത്യം പറഞ്ഞാൽ വലിയ ക്രെഡിബിലിറ്റി ലോസ് അതുവഴി ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ആ പത്രപരസ്യം. സത്യത്തിൽ ഞാൻ ആ പരസ്യം കണ്ട് ഞെട്ടിപ്പോയ ആളാണ്. അത് ആദ്യം പരസ്യമാണെന്നല്ല, എനിക്കത് സ്ക്രീൻഷോട്ടാണ് കിട്ടിയത്. സ്ക്രീൻഷോട്ട് കിട്ടിക്കഴിഞ്ഞപ്പോൾ അത് സുപ്രഭാതം പത്രത്തിൻ്റെ ആണ് എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ ഞങ്ങൾ വാർത്തയാണ് എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എനിക്കറിയാവുന്ന 1-2 സുഹൃത്തുക്കളോട് പറയാം, ഇത് ഇടതുപക്ഷമായിട്ട് ഇത് പ്രചരിപ്പിക്കാൻ വേണ്ടി പാടില്ല. ഇത് സുപ്രഭാതം പത്രത്തിലാണ് വന്നെങ്കിൽ അവർ പ്രചരിപ്പിക്കുന്നത് അവരുടെ സൗകര്യമാണ്. പക്ഷെ ഇത് ഇടതുപക്ഷം ഏറ്റെടുക്കാൻ പാടില്ല എന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാനൊരു CPM നേതാവിനോട് സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം പറയുന്നത് ഇത് ഇടതുപക്ഷം കൊടുത്ത പരസ്യമാണ്. അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന അതിൽ ഉന്നയിക്കുന്ന വിഷയങ്ങൾ RSS നേതാവായിരുന്ന സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ്. RSS നേതാവിൻ്റെ പഴയ പ്രസ്താവനകൾ, ആ പ്രസ്താവനകളിൽ കശ്മീരികളെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നീട് നിഷേധിക്കപ്പെട്ടെങ്കിലും അദ്ദേഹം ഗാന്ധിയെക്കുറിച്ച് പറഞ്ഞതായിട്ട് പറയുന്ന കാര്യങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ വർഗീയ പ്രസ്താവനകളുണ്ട്. അപ്പം ഒരു RSS നേതാവിൻ്റെ വർഗീയ പ്രസ്താവനയെ കുറിച്ച് ബോധേഡായിരിക്കേണ്ട ആളുകൾ മുസ്ലിങ്ങളാണ് എന്നുള്ളൊരു തോന്നൽ ഇടതുപക്ഷ തോന്നലല്ല. അതാണ് അതിൻ്റെ അകത്തെ പ്രശ്നം. മതനിരപേക്ഷത എന്നുള്ളത് സെൻസിബിളായിട്ടുള്ള സിവിലൈസ്ഡ് ആയിട്ടുള്ള സൊസൈറ്റികൾ അതിൻ്റെ വീക്കർ ലിങ്ക്സിനെ, ദുർബല മനുഷ്യരെ അവരെ കൂടെ കൊണ്ട് കരുതലോട് നടക്കുന്നതിൻ്റെ ലക്ഷണം, അത് സിവിലൈസേഷൻ്റെ ലക്ഷണമാണ്. മനുഷ്യന്റെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. അപ്പൊ അത് പിന്നെ അതിലെ വീക്ക് മനുഷ്യരുടെ മാത്രം ആവശ്യമില്ല. മലയാള മനോരമയുടെ 1-ാം പേജിലായിരുന്നു ഈ പരസ്യം വന്നിരുന്നെങ്കിലോ? അതിൻ്റെ അകത്ത് ആരായാലും അതായത് കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള പ്രീണനങ്ങളെക്കുറിച്ച് ഇടതുപക്ഷം ആഞ്ഞു പറയേണ്ടതുണ്ട്. എല്ലാ പത്രങ്ങളിലും എല്ലാവരോടുമാണ് പറയുന്നതെങ്കിൽ എനിക്ക് ആ പ്രശ്നമില്ല. അതേസമയം അതും മുസ്ലിങ്ങളുടെ രാഷ്ട്രീയ പത്രങ്ങളല്ലത്. അത് മുസ്ലിം സംഘടനകൾ, നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട സുന്നി സംഘടനകളുടെ പത്രങ്ങളിലാണ് അത് വരുന്നത്. എല്ലാവരോടുമാണ് പറയുന്നതെങ്കിൽ എല്ലാവരോടും പറയേണ്ടതുണ്ട്. ഇപ്പൊ പിണറായി വിജയൻ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനെ വിമർശിച്ചത് വളരെ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള കാര്യമായിട്ടാണ് ഞാൻ കണക്കാക്കുക. അത് വളരെ കൃത്യമായിട്ടുള്ള ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ അറ്റാക്കാണ്. പൊളിറ്റിക്കൽ പൊസിഷൻ ക്ലിയർ ചെയ്യുന്നതാണ്. എനിക്ക് അത് പറയേണ്ടതുണ്ട്, അത് ഇനിയും ആവർത്തിച്ച് പറയേണ്ടതുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അത് മുസ്ലിങ്ങളുടെ മാത്രം പ്രശ്നവും അല്ലത്.
കേരളത്തിലെ ഈ മുസ്ലിം ലീഗ് ഉള്ളത് കൊണ്ടാണ് കേരളത്തിലെ മുസ്ലിങ്ങൾ സെക്യുലർ ആയിരിക്കുന്നത് എന്നല്ല ചിന്തിക്കേണ്ടത്. കേരളത്തിലെ മുസ്ലിങ്ങൾ സെക്യുലർ ആയതുകൊണ്ട് മുസ്ലിം ലീഗ് സെക്യുലർ ആയതാണ്. അപ്പോൾ ആ സെക്യുലർ ആയിട്ടുള്ള മുസ്ലിങ്ങളെയും മുസ്ലിം ലീഗിനെയും ജമാഅത്തെ ഇസ്ലാമിയുടെ അജണ്ടയ്ക്ക് ഒപ്പിച്ച് കൊണ്ടുവരാനുള്ള ശ്രമം നടക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് മുന്നറിയിപ്പ്. ഇത് പിണറായി വിജയൻ ആദ്യമല്ല ഇത് ചെയ്യുന്നത്. പിണറായി വിജയൻ ഇതിനു മുമ്പ് ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പിന്നെ രൂപമായിരുന്ന വെൽഫെയർ പാർട്ടി UDF-ലേക്ക് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ പിണറായി വിജയൻ അതിശക്തമായിട്ട് പ്രതികരിച്ചു. അതല്ല, സാധാരണഗതിയിൽ UDF-ലേക്ക് ഒരു പാർട്ടി വരുന്നത് LDF അതിനെക്കുറിച്ച് റെസ്പോണ്ട് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ആര് വരുന്നു പോകുന്നു എന്നുള്ളതൊക്കെ അതേ പാർട്ടികളുടെ മുന്നണിയുടെ സൗകര്യമാണ്. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല. വെൽഫെയർ പാർട്ടി പിന്നെ UDF-ലേക്ക് വരുന്നു എന്ന് കണ്ടപ്പോൾ പിണറായി വിജയൻ അതിശക്തമായിട്ടാണ് പ്രതികരിച്ചത്. കാരണം അതിന്റെ പ്രശ്നം, വെൽഫെയർ പാർട്ടി UDF-ന്റെ ഭാഗമാകുന്നതോടുകൂടി UDF ഒരു സെക്യുലർ ഫ്രണ്ട് അല്ലാതാവുകയാണ്. കേരളത്തിൽ രണ്ട് സെക്യുലർ ഫ്രണ്ടുകൾ തമ്മിലുള്ള മത്സരത്തിൽ നിന്നും വെൽഫെയർ പാർട്ടി എന്നുള്ള ഒരു മതവാദി പാർട്ടി, ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള ഒരു മതവാദി സംഘടന കൊണ്ടു നടക്കുന്ന ഒരു പാർട്ടി വന്ന് UDF പോലെയുള്ള ഒരു സെക്യുലർ പ്ലാറ്റ്ഫോമിൽ കയറി കഴിയുമ്പോൾ ആ പ്ലാറ്റ്ഫോം സെക്യുലർ അല്ലാതെ മാറും. അത് പിന്നെ മത്സരം എന്നുള്ളത് കേരളത്തിലെ ഹിന്ദുത്വവാദികളും ഈ ഇസ്ലാമിസ്റ്റുകളും ഇപ്പം നമ്മൾ കാണുന്ന ക്രിസ്ത്യൻ കേരളമേ അല്ലാതെയായി മാറും. അത് പിണറായി വിജയൻ ഇക്കാര്യത്തിൽ വളരെ ജാഗരൂകനാണ്. ഈ മുസ്ലിം സമുദായത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്നെ തൊഴുത്തിൽ കൊണ്ടുപോയി കെട്ടുവാൻ നടത്തുന്ന ശ്രമത്തെക്കുറിച്ച് അദ്ദേഹം എപ്പോഴും കൃത്യമായി മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് പിണറായി വിജയന്റെ ആ ക്രിറ്റിസിസം വളരെ ലെജിറ്റിമേറ്റ് ആണെന്ന് ഞാൻ പറയും. പക്ഷേ ഇതല്ല, ഇത് നിങ്ങൾ നോക്കൂ, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ബാബറി മസ്ജിദിന്റെ കാര്യത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ജമ്മു കാശ്മീരിന്റെ കാര്യത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇത് മുസ്ലിമിന്റെ പ്രശ്നമല്ല. അപ്പൊ ജമ്മു കാശ്മീരിലെ പ്രശ്നം മുസ്ലിമിന്റെ അല്ല, ബാബറി മസ്ജിദിന്റെ പ്രശ്നം മുസ്ലിമിന്റെ ആണ്. പക്ഷെ ഇന്ത്യയിലെ മുഴുവൻ മതനിരപേക്ഷ മനുഷ്യരുടെയും പ്രശ്നമാണ്, അവരുടെ മാത്രമായിട്ടുള്ള ഒരു പ്രശ്നമല്ല. അപ്പം അവരെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ മാത്രമല്ല ഓർക്കേണ്ടത്, എല്ലാവരും ഓർക്കണം. ബാബറി മസ്ജിദ് പൊളിച്ചത് ഇന്ത്യയിൽ മഹാത്മാഗാന്ധിക്ക് ശേഷം നടന്ന ഏറ്റവും വലിയ ദുരന്തമാണ് എന്ന് പറഞ്ഞത് KR നാരായണനാണ്. അതാണ് അതിന്റെ ശരി. അപ്പൊ ഇത്തരം BJP-യുടെ വർഗീയ നിലപാടുകൾ, BJP RSSന്റെ നിലപാടുകൾ, അവരുടെ ഹിന്ദുത്വ വർഗീയവാദം ഇന്ത്യയിലെ മുഴുവൻ മനുഷ്യരുടെയും പ്രശ്നമാണ്. അപ്പൊ അത് മുസ്ലിങ്ങളെ മാത്രമായിട്ട് ഓർമ്മിപ്പിക്കാൻ പോവുക, അങ്ങനെ ഓർമ്മിപ്പിക്കാം എന്നുള്ള തോട്ട് പ്രോസസ്സ് എനിക്ക് അൺആക്സെപ്റ്റബിൾ ആണ്. അത് ശരിയായിട്ടുള്ള ഒരു നയമല്ല, അത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ വഴിയുമല്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് ആ കാര്യത്തിൽ ഉറപ്പുണ്ട്. ഞാൻ അത് എഴുതിയിട്ടുണ്ട്. അതുപോലെ ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോൾ SDPI 2-3 ദിവസങ്ങൾക്ക് മുമ്പ് നോട്ടീസ് വിതരണം ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഇന്ന് അവരൊരു പ്രകടനം നടത്തുന്നു. പക്ഷെ പലപ്പോഴും കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് കാണുന്ന ഒരു രംഗമാണ്, ഇടതുപക്ഷം ജമാഅത്തെ ഇസ്ലാമിക്കും SDPIക്കും ഒക്കെ അവരുടെ വലിപ്പത്തെക്കാൾ കൂടുതൽ വലിപ്പമുള്ളതായിട്ട് പ്രൊജക്ട് ചെയ്യുന്നതായിട്ട് എൻ്റെ ഒരു തോന്നലുണ്ട്. ശരിക്കും ഒരു ഇലക്ഷന്റെ ഒരു ദിവസമൊക്കെ ഇവരെയാണോ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്? ഇവർ ഇത്രയും വലിയൊരു സംഭവമാണ്, ഇവിടെ വോട്ട് ചെയ്ത് ജയിപ്പിക്കാനും തോൽപ്പിക്കാനും ഒക്കെ വലിയ ശക്തിയാണോ ഈ ജമാഅത്തെ ഇസ്ലാമി SDPI ഒക്കെ? ഒരു തെരഞ്ഞെടുപ്പ് ഫലത്തെ നിയന്ത്രിക്കുന്നതും ജയപരാജയങ്ങൾ തീരുമാനിക്കുന്ന അവരാണോ? അതൊരു അത്യാവശ്യം വലിയ വിഷയമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കേരളത്തിലെ പരമ്പരാഗത മുസ്ലിങ്ങൾ, സുന്നി സമുദായങ്ങൾ, ഇപ്പോൾ 2 സമസ്തകളുടെ കീഴിലായിട്ടാണ് അവർ പ്രധാനമായിട്ടും സംഘടിക്കപ്പെട്ടിരിക്കുന്നത്. അവരിൽ കേരളത്തിലെ മുസ്ലിങ്ങൾ ഏകദേശം 90% വരുന്നത് അവരാണ്, സുന്നി മുസ്ലിങ്ങളാണ്. അവർ സെക്യുലർ മനുഷ്യരാണ്. അവരുടേതായ മതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചിലപ്പോൾ നമ്മൾ പുറത്തു നിന്ന് നോക്കുമ്പോൾ അതിൽ സ്ത്രീവിരുദ്ധമായ നിലപാടുണ്ടാവും, വളരെ ഫണ്ടമെന്റലിസ്റ്റ് ആയിട്ടുള്ള നിലപാടുണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും. അത് എല്ലാ മതത്തിനും ഇത്തരം കാര്യങ്ങളുണ്ടാവും. പക്ഷേ ഒരു മൾട്ടി കൾച്ചറൽ സൊസൈറ്റിയിൽ ജീവിക്കുന്ന മനുഷ്യരെന്ന നിലയിൽ അങ്ങേയറ്റം മതനിരപേക്ഷ നിലപാടുകളാണ് ഈ സുന്നി സമുദായങ്ങൾ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഈ മുജാഹിദുകളോടും ജമാഅത്തെ പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റ് പാർട്ടി എന്ന നിലയ്ക്ക്, ഗ്രൂപ്പ് എന്ന നിലയ്ക്ക് ജമാഅത്തെ ഇസ്ലാമിയോടും നിരന്തരം ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ സമസ്തയുടെ വളരെ ഉയർന്ന നേതാവ് ഉമർ ഫൈസിയാണെന്ന് എനിക്ക് തോന്നുന്നു, അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം മീഡിയ വണ്ണുകാരോട് തന്നെയാണ് പറഞ്ഞത്, നിങ്ങളോട് ഫൈറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ പണി, നിങ്ങൾ മതരാഷ്ട്രവാദികളാണ്. അതായത് കേരളത്തിലെ സാധാരണ മുസ്ലിമിന്റെ നിലപാടാണ് അതിനകത്ത് വന്നത്. ഈ ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ മാധ്യമ പ്രസൻസ് ഉണ്ട്. മീഡിയ വൺ എന്നുള്ള ഒരു ചാനലുണ്ട്, മാധ്യമം എന്ന പത്രമുണ്ട്.
അപ്പൊ അതുകൊണ്ട് അവർക്ക് മുസ്ലിമിന്റെ ഫേസ് ആയിട്ട് നിൽക്കാൻ വേണ്ടി പറ്റും. SDPI എന്ന് പറയുന്നത് എല്ലാ ലക്ഷണങ്ങളും തികഞ്ഞ ഒരു ഭീകര സംഘടനയാണ്. അവർക്ക് കേരളത്തിൽ ഒരു കൊലപാതകം നടത്താൻ മണിക്കൂറുകൾ മതി. ഇപ്പൊ സുനിത ഓർക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല, ആലപ്പുഴയിൽ ഒരു RSS അവർ തമ്മിൽ നേരത്തെ കുടിപ്പകയുടെ ഭാഗമായിട്ട് ഒരു RSS നേതാവിനെ കൊന്നതിന് ശേഷം ആ RSS നേതാവിന്റെ അതേ ഗ്രേഡിലുള്ള സോറി പിന്നെ ഒരു SDPI നേതാവിനെ കൊന്നതിന് ശേഷം അയാളുടെ അതേ ഗ്രേഡിലുള്ള ഒരു RSS നേതാവിനെ കൊല്ലാൻ വേണ്ടി ഈ ക്രിമിനൽ സംഘത്തിന് വെറും മണിക്കൂറുകൾ മതി, 5-6 മണിക്കൂർ. അപ്പൊ അതായത് അവരുടെ അടുത്ത് ഒരു ലിസ്റ്റ് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയുള്ള ഒരു ഭീകര സംഘടനയാണ്. പാലക്കാടും അവരവരുടെ ശക്തി ഇതുപോലെ കൊലപാതകങ്ങളിലൂടെ ഇത് തന്നെ, പാലക്കാടും ഇങ്ങനെ തന്നെയായിരുന്നു. മണിക്കൂറുകൾക്കുള്ളിൽ കൊലപാതകം സംഘടിപ്പിക്കാൻ പറ്റുന്ന TJ ജോസഫ് സാറിന്റെ കൈവെട്ടിയ ഒരു ക്രിമിനൽ ഭീകര സംഘടനയാണ് SDPI. ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദികളാണ്. ഈ രണ്ട് കൂട്ടരുമാണ് പാലക്കാട്ടെ മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ വോട്ടുകൾ നിശ്ചയിക്കുന്നത് എന്നുള്ള ആർഗ്യുമെന്റ് എന്തടിസ്ഥാനത്തിലാണ് ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ അവരിലല്ല. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പം അവിടെ അറിയാവുന്ന ആളുകൾക്കറിയാം, പരമാവധി പോയ 5000 വോട്ടാണ് അവിടെ ഇവർക്ക് എല്ലാവർക്കും കൂടി, ഈ SDPIക്കും ജമാഅത്തെ ഇസ്ലാമിക്കും എല്ലാവർക്കും കൂടിയുള്ളത്. ഇപ്പം നമ്മൾ ഓർക്കുന്നുണ്ടെങ്കിൽ, അതായത് വേങ്ങര ബൈ ഇലക്ഷൻ നടക്കുമ്പം പഴയ ഹാദിയ വിഷയം നടക്കുന്ന സമയത്താണ്. അന്ന് ഇവർ ഈ പ്രശ്നം മാത്രം ഉന്നയിച്ച് അവിടെ തെരഞ്ഞെടുപ്പ് ഇട്ടിട്ട് പൊതു തെരഞ്ഞെടുപ്പിൽ അവർക്ക് കിട്ടിയ വോട്ട് ആ ഉപതെരഞ്ഞെടുപ്പിൽ അവർക്ക് കിട്ടിയില്ല. മുസ്ലിം സമുദായം ഇവരെ പടിക്ക് പുറത്തു നിർത്തുന്ന ആൾക്കാരാണ്. ഇവര് മുസ്ലിം സമുദായത്തിന്റെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ തന്ത ചമഞ്ഞ് നടക്കുകയാണ്. ഇവരുടെ ഈ മീഡിയ പ്രസൻസ് കൊണ്ടും പിന്നെ ഇവർക്കുള്ള ഈ നെറ്റ്വർക്ക് കൊണ്ടും അവർക്കൊരു പ്രകടനം നടത്തണമെങ്കിൽ അരമണിക്കൂർ മതി, ഒന്നും ഞെട്ടിക്കണമെങ്കിൽ അത്രയും മതി. അപ്പം സാധാരണ നമ്മുടെ നാട്ടിലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഇല്ലാത്ത തരത്തിലുള്ള സംഘടനാ സംവിധാനമുണ്ട് എന്നുള്ളത് കൊണ്ട് ഇവരാണ് മുസ്ലിങ്ങളുടെ ഇവരാണ് മുസ്ലിങ്ങളുടെ വോട്ട് തീരുമാനിക്കുന്നത് ഒരു ധാരണ പരത്താൻ അവർ ശ്രമിക്കുന്നുണ്ട്. ആ ധാരണ എന്തിനാണ് ഇടതുപക്ഷം ഏറ്റുപിടിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നേയില്ല. നമ്മൾ കണക്കാക്കേണ്ടത് ഈ 1,37,000 വോട്ട് ചെയ്ത പിന്നെ പാലക്കാട്ട് BJPക്ക് കിട്ടുന്ന പരമാവധി 40,000 വോട്ടാണ്. കഴിഞ്ഞ പ്രാവശ്യം ശ്രീധരൻ മത്സരിച്ചപ്പോൾ അവർക്ക് 50,000-ഓളം വോട്ട് കിട്ടിയ അത് കഴിഞ്ഞാൽ നമ്മൾ 2016 തുടങ്ങി ഇങ്ങോട്ടുള്ള അസംബ്ലി ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ നോക്കിയാൽ 42 കഴിഞ്ഞ പ്രാവശ്യം 42 ശ്രീമതി ശോഭാ സുരേന്ദ്രൻ മത്സരത്തിൽ 42 വോട്ട്. ആ 42,000 വോട്ട് അതാണ് അവരുടെ വോട്ട്. അതും പിന്നെ ഈ SDPI ജമാഅത്തെ ഇസ്ലാമി ഇവരെല്ലാവരും കൂടി ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന 5,000 വോട്ടും. ഈ വോട്ട് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് പാലക്കാട് സെക്കുലർ വോട്ടുകളാണ്. ആ സെക്കുലർ വോട്ടിന് വേണ്ടി SDPI UDF-ഉം LDF-ഉം തമ്മിലാണ് മത്സരം. ഇന്നിപ്പം പാലക്കാട്ടെ 2021 സ്ഥാനാർത്ഥി ശ്രീ പ്രമോദ് ഇന്ന് ഫേസ്ബുക്കിൽ അത് എഴുതിയിട്ടുണ്ട്. BJPക്ക് ഒരിക്കലും പാലക്കാട് ജയിക്കാൻ പറ്റില്ല, അവരുടെ പരമാവധി വോട്ടാണത് 40,000 എന്നുള്ളത്. മത്സരം LDF-ഉം UDF-ഉം തമ്മിലാണ്, രണ്ട് മതനിരപേക്ഷ ചേരികൾ തമ്മിലാണ്. അപ്പോൾ ആ മതനിരപേക്ഷ ചേരികൾ തമ്മിൽ നിൽക്കുമ്പോൾ ഇടതുപക്ഷത്തിന് കിട്ടേണ്ട വോട്ടുകൾ ഇപ്പം UDF-ന് കിട്ടിക്കൊണ്ട് പാലക്കാട് പണ്ട് അതിന് ചെറിയ വ്യത്യാസം ഉണ്ടായിരുന്നു എങ്കിലും പാലക്കാട് പണ്ട് ഇടതുപക്ഷം ജയിച്ച മണ്ഡലമാണ്. അവിടെ സെക്കുലർ വോട്ടുകൾ ഇനിയും ഇടതുപക്ഷത്തേക്ക് വരാനുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള അവരെ കൺവിൻസ് ചെയ്യാനുള്ള രാഷ്ട്രീയ നിലപാടാണ് വേണ്ടത്. ആ വോട്ടുകൾ മുഴുവൻ SDPIക്കും ജമാഅത്തെ ഇസ്ലാമിക്കും എഴുതി കൊടുക്കുക എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായി അസംബന്ധമായിട്ടുള്ള കാര്യമാണ്. ഞാൻ അതിനെക്കുറിച്ച് ഇന്ന് ഫേസ്ബുക്കിൽ എഴുതി കഴിഞ്ഞപ്പം അതിനിടയിൽ വന്ന ആളുകൾ നിരന്തരം ഇടത് ഹാൻഡിലുകൾ വന്നിരുന്നുകൊണ്ട് ഞാൻ അവരെ വെള്ളയടിക്കുന്നു, RSSന് കോൺഗ്രസിന്റെ നിലപാടിനെ വെള്ളയടിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയല്ലത്. കോൺഗ്രസ് ഇതൊരു സൗകര്യമായിട്ടുണ്ട്. കോൺഗ്രസ് ഇപ്പോൾ മാത്രമല്ല, കോൺഗ്രസ് എപ്പോഴും വർഗീയതയുമായിട്ട് പല വിധത്തിൽ സന്ധി അവരെ നടത്തിയിട്ടുണ്ട്. അതും ഞാൻ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. എപ്പോഴൊക്കെയാണോ കോൺഗ്രസ് വർഗീയതയ്ക്ക് അരുനിക്കുന്നത് അപ്പോഴാണ് ഇന്ത്യയിൽ വർഗീയത വരിക. കോൺഗ്രസ് പിന്നെ ബാബറി രാമജന്മഭൂമി പൂട്ടിയിടാൻ വേണ്ടി കോൺഗ്രസ് പറഞ്ഞു കഴിഞ്ഞ് പിന്നെ ഇന്ത്യയിൽ തുറക്കാൻ പറയാൻ RSSനോ ഈ ഹിന്ദുത്വ സംഘടനകൾക്കോ ധൈര്യം ഉണ്ടായില്ല. രാജീവ് ഗാന്ധി തുറക്കുമ്പോഴാണ് അത് പിന്നെ തുറക്കുന്നത്. കോൺഗ്രസ് കൂടെ നിന്നിട്ടാണ് ആ ബാബറി മസ്ജിദ് തകർക്കുന്നത്. ആ പള്ളി പണിത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങോട്ടില്ല എന്ന് കോൺഗ്രസ് പറഞ്ഞതിന് ശേഷമാണ്
ആ അമ്പലം അത് RSSന്റെ പ്രോജക്റ്റായിട്ട് മാറിയത്. അതല്ലായിരുന്നെങ്കിൽ ഒരു കോൺഗ്രസ്സുകാരൻ അവിടെ പോയി നിന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അതൊരു നാഷണൽ പ്രോജക്റ്റായി മാറിയനെ. ഉത്തർപ്രദേശിലടക്കം അന്ന് തെരഞ്ഞെടുപ്പ് തോക്കാനുള്ള കാരണങ്ങളിലൊന്ന് ആ ക്ഷേത്രമായിരുന്നു. പക്ഷെ കാരണം കേസ് നമ്മൾ സെപ്പറേറ്റ് എടുത്താലേ, പാലക്കാട് കോൺഗ്രസ് ഏതെങ്കിലും തരത്തിൽ വർഗീയമായ പ്രചാരണം നടത്തിയതായിട്ടോ ഇത്തരത്തിൽ വർഗീയതയുടെ കൂടെ പോയതായിട്ടോ എന്തെങ്കിലും എക്സാമ്പിൾ എടുത്ത് കാണിക്കാനുണ്ടോ? ഇല്ലല്ലോ. കോൺഗ്രസിൽ ഇപ്പൊ ഇത് നോക്കൂ, കോൺഗ്രസിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാത്തരം വർഗീയതയ്ക്കും അവർ ചൂട്ടുപിടിക്കും. ഈ SDPIക്കാർ, ഈ SDPIയെ കുറിച്ച് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്റെ കയ്യിൽ നിന്നിട്ട് പറഞ്ഞതല്ലല്ലോ. ഈ ധാരണ കേരള സമൂഹത്തിനുള്ള കാര്യമല്ലേ, ഞാനായിട്ട് പ്രത്യേകിച്ച് പറഞ്ഞതല്ലല്ലോ. എന്തുകൊണ്ടാണ് ഈ SDPIക്കാരെ കൂടെ നിർത്തിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടം ഫോട്ടോ എടുക്കുന്നത്? എന്തിനാണ്? എന്താവശ്യമാണ് അതിനുള്ളത്? ഫോട്ടോ വന്നിട്ടുണ്ടോ? ആ, രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫോട്ടോ ഉണ്ട്. ഈ നിൽക്കുന്ന ഫോട്ടോയിൽ SDPIക്കാരുടെ നോട്ടീസ് വിതരണം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം തന്നെ. അതെനിക്കറിയില്ല. അതെനിക്ക് ഡേറ്റ് എന്താണെന്ന് കണ്ടിട്ടില്ല. ഞാൻ ഫോട്ടോ കണ്ടിട്ടുണ്ട്. ഈ SDPIക്കാരുടെ വോട്ട് വേണ്ട എന്ന് അവർക്ക് പറയാൻ പറ്റത്തില്ലേ? SDPI എന്ന് പറയുന്നത് ഇത് ഇവർക്കറിയത്തില്ലാത്ത രാഷ്ട്രീയ പാർട്ടി അല്ലല്ലോ. കോൺഗ്രസ് ഒപ്പം SDPI വഴി അപ്പൊ അവിടെ പാലക്കാട് ചെയ്യുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കറിയാം. അപ്പൊ ഒരു പ്രചരണം ഉണ്ടാക്കുകയാണ്. അതായത് കോൺഗ്രസിന് വോട്ട് ചെയ്തില്ലെങ്കിൽ BJP ജയിക്കും എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള ഒരു പ്രചരണം കോൺഗ്രസ് നടത്തുന്നു. അത് SDPI ജമാഅത്തെ ഇസ്ലാമിയെ കൊണ്ട് അത് നടത്തിക്കുന്നു. അതാണ് ഇപ്പൊ പാലക്കാട് മുഴുവൻ അവർ നടന്നത് കോൺഗ്രസിന് വോട്ട് ചെയ്തില്ലെങ്കിൽ BJP ജയിക്കും എന്നുള്ള ഒരു കള്ളക്കഥ പറഞ്ഞുണ്ടാക്കുകയാണ്. അത് കോൺഗ്രസിന് വേണ്ടി ചെയ്യുന്നതാണ്. അത് കോൺഗ്രസിന് വേണ്ടി ചെയ്യുന്നത്. SDPI അവർ പറയുന്നത് പോലെ അവർക്ക് മുസ്ലിം സമുദായത്തിന് സംരക്ഷണമൊന്നുമല്ല അവരുടെ പണി. അങ്ങനെയാണെങ്കിൽ അവർ ഇടതുപക്ഷത്തിന്റെ പുറത്ത് മെക്കെട്ട് കയറേണ്ട ആവശ്യമൊന്നുമില്ല. ശരിക്കും ഇടതുപക്ഷത്തിന്റെ ടൈം സ്പെൻഡ് ചെയ്യേണ്ടിയിരുന്ന, ഊർജ്ജം സ്പെൻഡ് ചെയ്യേണ്ടിയിരുന്ന ഈ കാര്യങ്ങളിലൊക്കെയാണ്. കോൺഗ്രസിന് വോട്ട് ചെയ്തില്ലെങ്കിലും ഇവിടെ പിന്നെ BJP ജയിക്കാൻ പോകുന്നില്ല, സരിൻ 2ാം സ്ഥാനത്ത് എത്തും. കാരണം ഇപ്പൊ 2000 വോട്ട് എന്തോ ചെറിയ വ്യത്യാസമല്ലേ ഉള്ളൂ സരിനും BJPയും തമ്മിൽ. ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ഇപ്പോൾ പോലും ഈ ഇലക്ഷൻ ശേഷം പോലും അത് മനസ്സിലാവുന്നില്ല. അതിന്റെ ജയത്തിന്റെ ക്രെഡിറ്റ് SDPIക്കും ജമാഅത്തെ ഇസ്ലാമിക്കും കൊടുക്കുകയാണ്. തിരിച്ചാണ് പറയേണ്ടത്. ഇത് കോൺഗ്രസിന് വോട്ട് ചെയ്താൽ അവരെല്ലാം വർഗീയവാദികളാകും എന്നുള്ള അസംബന്ധം എന്റെ പോസ്റ്റിന്റെ അടിയിൽ വന്ന് ഇടത് ഹാൻഡിലുകൾ പറയണം. ഈ വോട്ട് ചെയ്ത വോട്ടർമാരെയൊക്കെ ഭയങ്കര ചെറുതായി കാണുന്ന, ഇൻസൾട്ട് ചെയ്യുന്നതൊക്കെ പോലെയാണ് വോട്ടർമാർ. അങ്ങനെ അതൊക്കെ ശുദ്ധ മര്യാദകേടാണ്. അതൊക്കെ ഒരു മണ്ഡലത്തിലെയും വോട്ടർമാർ അങ്ങനെ പൊട്ടന്മാരൊന്നുമല്ല. അവർ നാളെയും ഇതേ മണ്ഡലത്തിൽ ചെന്ന് ഇതേ മനുഷ്യരോട് മതനിരപേക്ഷ രാഷ്ട്രീയത്തെക്കുറിച്ചും സംസാരിക്കാനുള്ള ഉത്തരവാദിത്തമുള്ള ആളുകളാണ്. ഈ 1924 ഒരു തെരഞ്ഞെടുപ്പോടുകൂടി പാലക്കാട് ഇല്ലാണ്ടായി പോവല്ലേ. 2026 അവിടെ പാലക്കാട് വീണ്ടും തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. അവിടെ ജമാഅത്തെ ഇസ്ലാമിയും SDPIയും ഒക്കെ നിങ്ങൾ കൂടെ നിന്നോ, ഞങ്ങൾക്ക് പറയാനുള്ള രാഷ്ട്രീയം ഇതാണ് എന്ന് പറയുക എന്നുള്ളതാണ് ഇടതുപക്ഷം ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് പ്രത്യേകിച്ച് ഒരു സംശയമില്ല. ഞാൻ അക്കാര്യത്തിൽ വളരെ ക്ലിയറാണ്. ഇത് പാലക്കാട്ടെ മനുഷ്യർ ഇന്നത്തെ ഞാൻ കണക്കാക്കുന്നത് BJPക്ക് 10,000 വോട്ട്, അവരുടെ നേരത്തെ ഉണ്ടായിരുന്നതിൽ 1 വോട്ട് അവർക്ക് കൂടുതൽ കിട്ടിയില്ല. ശ്രീധരൻ മത്സരിപ്പം ഞാൻ അന്ന് പാലക്കാട് ക്യാമ്പയിന് വേണ്ടി ഞാൻ വന്നിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് ഒരു സ്റ്റേച്ചർ വെച്ചിട്ട് അദ്ദേഹത്തോടുള്ള മനുഷ്യരുടെ ബഹുമാനം കണ്ട് ഞാൻ അമ്പരന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കാൽക്കൽ വീഴുന്നത് പ്രായമായ മനുഷ്യർ, അദ്ദേഹത്തിന്റെ പ്രായമായ മനുഷ്യർ, പലതരത്തിലുള്ള ആളുകൾ, ആ മനുഷ്യനോടുള്ള ബഹുമാനം നമുക്കതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പം അങ്ങനെ ഒരു ലാർജർ ദാൻ ലൈഫ് പിന്നെ ഒരു ഇമേജ് ഉണ്ടായിരുന്ന ഒരു മനുഷ്യന് കിട്ടിയ വോട്ടുകൾ നിലനിർത്താൻ BJPക്ക് പറ്റിയില്ല. അപ്പോൾ ശ്രീധരന് കിട്ടിയ വോട്ടുകളൊക്കെ വർഗീയവാദികളുടെ വോട്ടുകളാണ്. ആ വോട്ടുകൾ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് ചെയ്തു എന്നുള്ളതൊക്കെ പറയുന്നത് ശുദ്ധ മര്യാദകേടാണ്. ശുദ്ധ മര്യാദകേടെന്ന് മാത്രമല്ല, രാഷ്ട്രീയത്തിന്റെ ABCD അറിയത്തില്ലാത്ത ആളുകൾക്ക് മാത്രമേ അത് പറയാൻ വേണ്ടി പറ്റൂ. അവിടുത്തെ വർഗീയവാദികളുടെ വോട്ട് എന്ന് പറയുന്ന RSS BJPക്ക് നിരന്തരമായി കിട്ടിക്കൊണ്ടിരുന്ന വോട്ട് 20,000 22,000 വോട്ട്. അതിനുശേഷം നരേന്ദ്രമോദി വന്നതിന് ശേഷമാണ് ഇവർക്ക് കേരളത്തിൽ എക്രോസ് 5-6% എന്നുള്ളത് 15-16% മാറി. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരും. ഈ കോർ RSSന്റെ വോട്ടല്ലാതെ ബാക്കിയുള്ള മനുഷ്യരൊക്കെ വർഗീയവാദികളാണ്. ഈ SDPക്കാർ വർഗീയവാദികളാണെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും. ജമാഅത്തെ ഇസ്ലാമികൾ വർഗീയവാദികളാണെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും. പക്ഷെ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന ആളുകളൊക്കെ വർഗീയവാദികളാണ്, ഞങ്ങൾക്ക് വോട്ട് ചെയ്യുന്ന ആളുകൾ മാത്രമാണ് സെക്യുലർ മനുഷ്യർ എന്നുള്ളതൊക്കെ അസംബന്ധമായിട്ടുള്ള രാഷ്ട്രീയമായിട്ടാണ് ഞാൻ കാണുന്നത്. അതൊക്കെ സത്യത്തിൽ ഇതിന്റെ ഒരു ട്രാജഡി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും ഒരു ഗംഭീരമായിട്ട് ഒരു ഇലക്ഷൻ വിജയമാണ് ഇപ്പൊ സത്യത്തിൽ LDFന് ഉണ്ടായിരിക്കുന്നത്. നമ്മൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. പക്ഷെ അതിൻ്റെയൊക്കെ ശോഭ കെടുത്തിക്കളയുന്ന തരത്തിലുള്ള വർത്തമാനങ്ങളാണ് ഇതിന്റെ ഉത്തരവാദിത്വം, ഇതിന്റെ ക്രെഡിറ്റ്
ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഈ ഭീകര സംഘടനയ്ക്കും, സോറി, SDP എന്ന് പറയുന്ന ഈ ഭീകര സംഘടനയ്ക്കും ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന മതവാദി സംഘടനയ്ക്കും കൊടുക്കുന്നത് വഴി LDFിലെ കുറച്ച് അവർ പേരെങ്കിലും ശരിക്കും ഹാപ്പി ചെയ്യുന്നത് ആയിരിക്കും തോന്നുന്നു. ജമാഅത്ത് ഇസ്ലാമി SDPIയും ഭയങ്കര ഹാപ്പി ആയിരിക്കും. അവർ അർഹിക്കുന്നതിനേക്കാൾ കൂടുതൽ അംഗീകാരം, പ്രശസ്തി, ഉറപ്പാണ്, ക്രെഡിറ്റ്. ഉറപ്പാണ്. അവര് പ്രകടനം നടത്തുന്ന അവരുടെ CPM പ്രചാരണത്തിന് ശരിക്കും CPMന്റെ ഈ ഒരു ആരോപണം ഭയങ്കര ഗുണം ചെയ്യാ. കണ്ടോ, ഞങ്ങൾ ഇത്ര വലുതാണ്, ഇവര് പോലും പറഞ്ഞു എന്നുള്ള ആണ്. മുസ്ലിം സമുദായം വേലിക്ക് പുറത്ത് നിർത്തിയിരിക്കുന്ന കൂട്ടരാണ് ഇവര്. ഈ സമുദായത്തിന്റെ മുഖ്യധാരയിലുള്ള മനുഷ്യർ നിരന്തരം ഇവരോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് പിന്നെ ഒമർ ഫൈസിയുടെ വാക്കുകളിൽ നമ്മൾ കണ്ടത്. ഈ മതവാദികൾ ഇതിനോട് ഞാൻ ചേർത്തൊരു കാര്യം കൂടെ ചോദിക്കട്ടെ. ഇപ്പൊ പിണറായി വിജയൻ തങ്ങളുടെ കാര്യത്തിലെടുത്ത നിലപാട്, ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യത്തിലെടുക്കുന്ന നിലപാട്, SDPIയുടെ കാര്യത്തിലെടുക്കുന്ന നിലപാട്, ഇപ്പോൾ ഉള്ള നിലപാടിൽ നല്ല ക്ലാരിറ്റി ഉണ്ട്. അപ്പൊ മുമ്പ് പിണറായി വിജയനും CPMനും ഇത് അറിയാത്തോണ്ടായിരുന്നോ ജമാഅത്തെ ഇസ്ലാമിയെ കൂടെ ചേർത്തത്? മുമ്പൊരു ഇലക്ഷനിൽ വോട്ട് അപ്പൊ ഇവര് മതേതരവാദികളായിരുന്നോ? നമ്മൾ അതിനകത്ത് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയെ ഒരിക്കലും കൂട്ടാൻ പാടില്ല എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ നമ്മൾ വേറെ കാര്യമുണ്ട്. ജമാഅത്തെ ഇസ്ലാമി അടിയന്തരാവസ്ഥക്കാലത്ത് ജയിലിലിട്ടപ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്കാരനും RSSകാരനും ഒരുമിച്ച് കമ്മ്യൂണിസ്റ്റുകാർ ഒരുമിച്ച് ജയിലിൽ കിടന്നിട്ടുണ്ട്. നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഹിന്ദുത്വ വർഗീയത ഒരു വലിയ ഫോഴ്സ് അല്ലാതിരുന്ന ഒരു സമയത്ത് ഈ ജമാഅത്തെ ഇസ്ലാമി ഇപ്പോഴത്തെ അവരുടെ പ്രസൻസ് അത് വളരെ മൈനർ ആയിട്ടുള്ള, അതൊരു ചെറിയ സംഘടനയായിരുന്നു. വളരെ കുറച്ച് ആളുകൾ നടക്കുന്ന, ഇത്രയും എന്താ പറയണ്ട, ഒരു സ്ട്രൈക്ക് ഫോഴ്സ് ആയിരുന്നില്ല. പക്ഷെ മാധ്യമം വീക്ക്ലി അന്നും ഉണ്ടായിരുന്നു. പക്ഷെ അത് ഇത്തരം ഒരു വയലന്റ് ആയിട്ടുള്ള, ഇത്തരം വളരെ, അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹിന്ദുത്വ വർഗീയതയ്ക്ക് വളരാൻ ആവശ്യമായിട്ടുള്ള വളം കൊടുക്കുന്ന ഒരു പാർട്ടികളാണ് ഇവര്. അപ്പൊ ഹിന്ദുത്വ വർഗീയത സ്റ്റക്കായിരുന്നു കേരളത്തിൽ. അപ്പൊ ഇവര് അതിലേക്കൂടെ നടക്കുന്നു എന്നുള്ള, ഇവര് സൈഡിൽ കൂടെ നടക്കുന്നു എന്നുള്ളത് ആരും ബോധർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് RSSന്റെ, ഇപ്പൊ ഈ SDPIയുടെ ഈ അവരെ നടത്തിയ പ്രകടനം ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ആരായിരിക്കും? സത്യത്തിൽ RSSകാരാണ് സംസാരിക്കേണ്ടത്. ഇപ്പൊ CPMകാർ സംസാരിക്കുന്നുണ്ടെങ്കിലും RSSകാരാണ് സംസാരിക്കുന്നത്. അവരെന്താണ് പറയാൻ വേണ്ടി പോകുന്നത്? SDPIയും ജമാഅത്തെ ഇസ്ലാമിയും കൂടിയാണ് പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തെ ജയിപ്പിച്ചത് എന്നാണ് RSSും BJPയും പറയാൻ വേണ്ടി പോകുന്നത്. അപ്പം RSSനും BJPക്കും അങ്ങനെ മുതലെടുക്കാനുള്ള അവരുടെ 5-6% വോട്ടുണ്ടായിരുന്നപ്പോൾ ജമാഅത്തെ ഇസ്ലാമി ഒരു പ്രധാനപ്പെട്ട ഫോഴ്സ് ആയിരുന്നില്ല. അന്ന് ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ അപ്പോഴും പറയും, ഇപ്പോഴും പറയും. പക്ഷേ അതൊരു എന്താ പറയണ്ട, ഒരു ഫ്രിഞ്ച് ഗ്രൂപ്പായിരുന്നു. അത് ഒരു ഫ്രിഞ്ച് ഗ്രൂപ്പ്, മതത്തിന്റെ കാര്യം നോക്കി നടക്കുന്ന. ഇപ്പം ഞാൻ ജമാഅത്തെ ഇസ്ലാമിക്കരോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറയാം, തിയററ്റിക്കലി സ്പീക്കിംഗ് നമുക്ക് അവരോട് വിരോധം തോന്നേണ്ട ആവശ്യമില്ല. കാരണം എല്ലാ മനുഷ്യരും മുസ്ലിങ്ങളാവുകയാണെങ്കിൽ ഒരു ഇസ്ലാമിക രാഷ്ട്രം വരണം എന്ന് പറയുന്നത് നമുക്ക് എന്താ പ്രശ്നം? ഇപ്പം ഞാനും മുസ്ലിം ആവുകയാണെങ്കിൽ ഒരു ഇസ്ലാമിക രാഷ്ട്രം, എനിക്കും താല്പര്യമുണ്ട്. ഒരു ഇസ്ലാമിക രാഷ്ട്രം വരുവാണെങ്കിൽ അമ്മാതിരി സോഫ്റ്റ് ആയിട്ടുള്ള വർത്തമാനം പറയാൻ പറ്റുന്ന ആളുകളാണ് ജമാഅത്തെ ഇസ്ലാമിക്കാർ. അങ്ങനെ എല്ലാ മനുഷ്യരും മുസ്ലിങ്ങളാവുകയും എല്ലാവരും ഇസ്ലാമിക രാഷ്ട്രം അമ്മാതിരിയുള്ള ഒരു പ്രചരണം നടത്തിക്കൊണ്ടിരുന്ന അതിൽ നിന്നും നമ്മുടെ പൊളിറ്റിയിലേക്ക് നേരിട്ട് ഇടപെടുന്ന, വെൽഫെയർ പാർട്ടി എന്നൊരു പാർട്ടി ഉണ്ടാക്കി നേരിട്ട് ഇടപെടാൻ തുടങ്ങിയ, ഹിന്ദുത്വ വർഗീയതയ്ക്ക് വളരാൻ ആവശ്യമായിട്ടുള്ള വളവും വെള്ളവും കൃത്യ സമയത്തിന് സപ്ലൈ ചെയ്യുന്ന ഒരു ഫോഴ്സായിട്ട് അന്ന് ജമാഅത്തെ ഇസ്ലാമി മാറിയിട്ടില്ല. ഇന്ന് ജമാഅത്തെ ഇസ്ലാമിയാണ് ഇടതുപക്ഷത്തെ ഏറ്റവും കൂടുതൽ അപരവൽക്കരിക്കാൻ വേണ്ടിയിട്ട്, ഏറ്റവും കൂടുതൽ താറടിക്കാൻ വേണ്ടിയിട്ട്, ഏറ്റവും കൂടുതൽ അപഹസിക്കാൻ വേണ്ടിയിട്ട് അവരുടെ സമയവും പണവും ഊർജവും ഏറ്റവും കൂടുതൽ ചെലവാക്കുന്ന ഒരു സംവിധാനം എന്നുള്ളത് ജമാഅത്തെ ഇസ്ലാമിയാണ്. അല്ല, അപ്പൊ ഇതിലൊരു പൊളിറ്റിക്കൽ രാഷ്ട്രീയ പ്രശ്നം കൂടിയുണ്ട്. അപ്പൊ ഇടതുപക്ഷത്തിനോടുള്ള ഈ പറഞ്ഞ ഇടതുപക്ഷ ട്രോളുകൾ, അങ്ങനത്തെ കാര്യങ്ങൾ, ഇടതുപക്ഷ വിരോധം ഉണ്ടാക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിയാണെന്നുള്ള രാഷ്ട്രീയ കാരണമാണോ ഇത്? അതോ ഇവരിങ്ങനത്തെ ഫ്രിഞ്ച് എലമെന്റ് ആണെന്നുള്ള സാധനമാണോ? ഇപ്പോഴത്തെ നിലപാടിന് പറയൂലോ. അല്ല, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വേറെയും പ്രശ്നമുണ്ട്. അതായത് പിണറായി വിജയൻ ഇപ്പോൾ സ്ട്രോങ് ആയിട്ട് പറയുന്നൊരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇതൊരു ഫ്രിഞ്ച് എലമെന്റ് ആയിരുന്നു. മുസ്ലിം ലീഗിന്റെ അകത്തുള്ള അധികാര സമവാക്യങ്ങൾ, ഈ അധികാര സമവാക്യങ്ങളിലേക്ക് കടന്നു കയറാൻ ജമാഅത്തെ ഇസ്ലാമിക്ക് പറ്റുന്നുണ്ട്. അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ മതം എടുത്തെറിഞ്ഞു കഴിഞ്ഞാൽ മതത്തിൽ വിശ്വസിക്കുന്ന മനുഷ്യർക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അതാണ് അതിൻ്റെ പ്രശ്നം. ഇപ്പോൾ ഞാൻ ഒരിക്കൽ ശ്രീ മുനീർ സാഹിബിനെ ഇന്റർവ്യൂ ചെയ്തു. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, കോൺഗ്രസ് അതിൻ്റെ നെഹ്റുവിയൻ മതനിരപേക്ഷതയിലേക്ക് തിരിച്ചു പോകണം അതിൻ്റെ എന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞതിന് ശേഷം
രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരാളൊരു ക്ലിപ്പ് അയച്ചു തന്നു. അതിൻ്റെ അകത്ത് മുനീർ സാഹിബ് കോഴിക്കോട് നടന്ന മുസ്ലിം ലീഗിന്റെ ഒരു ധർണ ഉദ്ഘാടനം ചെയ്യാണ്. സർവശക്തനായ അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ ഈ ധർണ ഉദ്ഘാടനം ചെയ്യുന്നു എന്നുള്ളത്. സാധാരണഗതിയിൽ മുസ്ലിം ലീഗ് നേതാക്കന്മാരെ മതത്തെ അവരുടെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരില്ല പബ്ലിക്കായിട്ട്. മതം മുസ്ലിം ലീഗാണ്, അതൊരു സാമുദായിക പാർട്ടിയാണ്. പക്ഷെ മതം വെച്ചിട്ട് കളിക്കുന്ന ഒരു പാർട്ടി അല്ല. മതത്തിന് അള്ളാഹുവിന്റെ നാമത്തിലല്ല അവർ സമരങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നത്. എന്ന് വെച്ചാൽ മതവാദികളായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയങ്ങൾ മുസ്ലിം ലീഗിലേക്ക് കയറി വരുന്നു എന്നുള്ള പ്രശ്നം. അപ്പം നമ്മളതിന്റെ ഗ്രാവിറ്റി കൂടി കണക്കാക്കണം. അതായത് ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ട്രൈക്ക് ഇമ്പാക്റ്റ് എന്നുള്ളത് അവർക്ക് എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് അത് വർദ്ധിച്ചു വരുന്നു എന്നുള്ള ഒരു ബോധ്യത്തിൽ നിന്നാണ് പിണറായി വിജയന്റെ അറ്റാക്കുകൾ കൂടുതൽ ഷാർപ്പാകുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് വെൽഫെയർ പാർട്ടി ഇടതു മുന്നണിയിലേക്ക് UDF-ലേക്ക് വരുന്നു എന്ന് പറഞ്ഞപ്പം സാധാരണഗതിയിൽ UDF-ൽ ഒരു പാർട്ടി വന്നാൽ അതിനെ രാഷ്ട്രീയമായിട്ട് മാത്രം എതിർക്കുന്ന പിണറായി വിജയൻ വെൽഫെയർ പാർട്ടി വരുന്നതിനെതിരെ അതിരൂക്ഷമായിട്ട് പറഞ്ഞതിന്റെ കാര്യം പിന്നെ സെക്യുലർ പ്ലാറ്റ്ഫോമിനെ നശിപ്പിക്കാനുള്ള കപ്പാസിറ്റി ജമാഅത്തെ ഇസ്ലാമിക്ക് കിട്ടും എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അത് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അല്ലെ LDF-നെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ക്രമാനുഗതമായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ ഇൻഫ്ലുവൻസ് അവരുടെ ആൾക്കാരുടെ എണ്ണത്തിലുള്ളതല്ല, അവർക്ക് പൊതുസമൂഹത്തിലും മുസ്ലിം സമുദായത്തിൻ്റെ മേലും ഉണ്ടെന്ന് അവർക്ക് കാണിക്കാൻ പറ്റുന്ന ഇൻഫ്ലുവൻസ്. ആ ഇൻഫ്ലുവൻസ് ചിലപ്പോഴൊക്കെ വന്നു തുടങ്ങി. അതാണ് അതിൻ്റെ പ്രശ്നം. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പം ഇത് മുസ്ലിം സമുദായത്തെ വിഴുങ്ങാൻ സാധ്യതയുണ്ട് എന്നുള്ള, അപ്പോഴും ഒരു സാധ്യത മാത്രമാണ്. കാരണം 14 നൂറ്റാണ്ട് ഇന്ത്യയിലുണ്ടായിരുന്ന കേരളത്തിലുണ്ടായിരുന്ന ഇസ്ലാം അവർക്ക് എങ്ങനെയാണ് ഒരു സിൻക്രറ്റിക് സമൂഹത്തിൽ ജീവിക്കുക എന്നുള്ളതിനെ കുറിച്ച് നല്ല ധാരണയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ ജമാഅത്തെ ഇസ്ലാമിയോട് മാറി നിൽക്കാൻ വേണ്ടി പറയുന്നത്. പക്ഷെ നമ്മൾ വളരെ ഇന്ത്യ ഒരു ഹിന്ദുത്വ ശക്തികൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത്, മുസ്ലിങ്ങൾ അപരവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് മതമെടുത്തെറിഞ്ഞാൽ അത് വലിയൊരു പ്രശ്നം ഉണ്ടാക്കും. അത് പിണറായി വിജയന് നന്നായിട്ട് അറിയാം, അത് CPM നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് അവർ അത്ര രൂക്ഷമായിട്ട് ആ കാര്യത്തെക്കുറിച്ച് പ്രതികരിക്കുന്നത്. അത് വളരെ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള രാഷ്ട്രീയ വിമർശനമാണ് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. നേരത്തെ അത് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് അവരുടെ സ്ട്രൈക്ക് കപ്പാസിറ്റിയുടെ കുറവ് കൊണ്ടാണ്. ഇപ്പുറത്തുള്ള അപ്പുറത്തുള്ള ഹിന്ദുത്വ വർഗീയത ഉപയോഗിക്കാനുള്ള ഹിന്ദുത്വ വർഗീയതയുടെ മെക്കാനിസവും അന്ന് വീക്കായിരുന്നു. ഇപ്പോഴതല്ല അവസ്ഥ. ഇപ്പോൾ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് രണ്ടുപേർക്കും പരിപോഷിപ്പിക്കാം. ജമാഅത്തെ ഇസ്ലാമിയുടെ ആളുകൾ പോയി RSSനോട് ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോഷിപ്പിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഈ മതം എടുത്തെറിഞ്ഞാൽ മതി. ഇപ്പം 80% ഹിന്ദുക്കളുള്ള ഇന്ത്യയിൽ ഹിന്ദുത്വം അപകടത്തിൽ എന്ന് പറഞ്ഞ RSSകാർ പറയുന്നത് പോലെ തന്നെ ഇവർക്കും പറയാം. അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പോഷിപ്പിക്കാൻ പറ്റും. ആ പോഷിപ്പിക്കുന്ന പ്രോസസ്സിൽ ഇടതുപക്ഷ രാഷ്ട്രീയം തികച്ചും അപ്രസക്തമാവും. അതാണ് എൻ്റെ പ്രശ്നം. മനുഷ്യരെ അവരുടെ പ്രൈമറി റിലീജിയസ് ഐഡന്റിറ്റിയിലേക്ക് ചുരുക്കി കഴിയുമ്പോൾ, ഇപ്പോൾ സുനിതയുടെ റിലീജിയൻ അതാണ് ഏറ്റവും വലുത്, ഞാൻ എൻ്റെ റിലീജിയനാണ് ഏറ്റവും വലുത്, അതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് അവിടെ സ്കോപ്പ് ഇല്ലാതെ വരും. അതുകൊണ്ടാണ് പിണറായി വിജയൻ അത്ര രൂക്ഷമായിട്ട് ഇപ്പോൾ പ്രതികരിച്ചത്. അത് വളരെ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ ക്രിറ്റിസിസമായിരുന്നു ഞാൻ കണക്കാക്കുക. ഒന്നാം പിണറായി സർക്കാർ കഴിഞ്ഞു, രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നു. ആ തെരഞ്ഞെടുപ്പിനെ ഇടതുപക്ഷം ഭയങ്കര നല്ല രീതിയിലാണ് നേരിട്ടത് തെരഞ്ഞെടുപ്പിനെ. അതുകൊണ്ട് രണ്ടാമതും അധികാരത്തിൽ വന്നു. പക്ഷെ അതിനുശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് അതൊരു ഒരു കല തന്നെയാണല്ലോ. ഇടതുപക്ഷവും കോൺഗ്രസും തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന രീതി തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. ഇടതുപക്ഷത്തിന് എന്തോ പ്രശ്നമുണ്ടോ ഈ ഉപതെരഞ്ഞെടുപ്പുകളെ നേരിടുന്ന കാര്യത്തിൽ? ഞാൻ ആദ്യം തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിലാണ് ആദ്യമായിട്ട് വന്ന ഉപതെരഞ്ഞെടുപ്പ്. അപ്പോൾ ഞാൻ എഴുതിയത് ഓർക്കുന്നുണ്ട്. ഒരു സ്റ്റേക്കും ഇല്ല. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ PT തോമസ് എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് നേതാവ്, അദ്ദേഹം ഒരു അസുഖബാധിതനായി മരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ കാൻഡിഡേറ്റ് ആയിട്ട്. കോൺഗ്രസിന് മൃഗീയ ഭൂരിപക്ഷമുള്ള ഒരു മണ്ഡലമാണ് തൃക്കാക്കര. അപ്പൊ അവിടെ ഞാൻ അന്ന് ഫേസ്ബുക്കിൽ എഴുതി, ഒരു സ്റ്റേക്കും ഇല്ല. ഒരു അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിൽ സ്ഥാനാർത്ഥി നിർത്താൻ കിട്ടുന്ന വോട്ടിന് സിന്ദാബാദ് എന്ന് വിളിക്കുക, അത്രയേ ഉത്തരവാദിത്തമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് ജയിച്ചു കളയാം എന്നൊരു തോന്നലോടുകൂടിയാണ് CPM പ്രവർത്തിച്ചു തുടങ്ങിയത്. അതുപോലെ തന്നെയായിരുന്നു പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷം പ്രവർത്തിച്ചത്. ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന നേതാവിൻ്റെ റീച്ച്
റീഡ് ചെയ്യുന്നതിൽ അതിഭീകരമായിട്ട് LDF പരാജയപ്പെട്ടു. അപ്പോൾ ഇത് രണ്ടും അനാവശ്യമായിട്ടുള്ള ഹൈപ്പ് ഉണ്ടാക്കിയ രണ്ട് മണ്ഡലങ്ങളായിരുന്നു. അത് ഒരാവശ്യവുമില്ല. ഈ രണ്ട് സ്ഥലത്തും LDFന്റെ സ്റ്റേക്ക് വളരെ വളരെ ചെറുതാണ്. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷനിൽ പക്ഷെ ഭയങ്കര ഗ്രേസ്ഫുൾ ആയിട്ട് ഈ ഇലക്ഷനെ നേരിട്ട് നല്ലൊരു മത്സരമൊക്കെ വെക്കുന്നതല്ലേ നല്ലത്? ഭയങ്കര അതായിരുന്നു അതായിരുന്നു ഇപ്പൊ തൃക്കാക്കര ഒരാളെ അവർ നിശ്ചയിച്ചതാണ്. അയാളെ മാറ്റിയാണ് വേറൊരാളെ വെക്കുന്നത്. അപ്പം സത്യത്തിൽ ആദ്യത്തെ ആൾ വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ഇതിപ്പോ കിട്ടിയ സ്വതന്ത്രന് കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നേനെ എന്നുള്ളതാണ് എൻ്റെ തോന്നൽ. അപ്പൊ അതുകൊണ്ട് വേറൊരു പ്രശ്നവും കൂടിയുണ്ട്. അതായത് ഈ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഒരു ഒരു ദൗർബല്യം എന്നുള്ളത്, അതിന് ഇത്തരം ഉഡായിപ്പുകൾ, ഞാൻ പറയുന്നത് ഏറ്റവും ലോക്കൽ ലെവലിലൊക്കെ നടത്തുന്ന ചില അഡ്ജസ്റ്റ്മെന്റുകളും കാര്യങ്ങളും അല്ല പറയുന്നത്. ഒരു തിയററ്റിക്കലി ഒരു ഉഡായിപ്പ് കൊണ്ടു നടന്ന് അത് വിജയത്തിലെത്തിക്കാൻ കപ്പാസിറ്റി ഉള്ള ആളുകളല്ല ഇടതുപക്ഷത്തുള്ളത്. അവരുടെ രാഷ്ട്രീയം മിക്കവാറും പ്ലെയിൻ പൊളിറ്റിക്സ് ആണ്. ഇപ്പൊ പിണറായി വിജയൻ സംസാരിക്കുന്നത് പോലെ തന്നെയാണ്. അതാണ് അവർക്ക് പറ്റിയ ഏറ്റവും നല്ല രാഷ്ട്രീയം. വളരെ പ്ലെയിൻ ആയിട്ട് പറയാനുള്ള കാര്യങ്ങൾ നാട്ടുകാരോട് പറയുക. അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ആരുടെയും മുഖം നോക്കാതെ അവർക്ക് പറയുന്നവർക്ക് ഇഷ്ടപ്പെടുവോ ഇല്ലയോ എന്ന് നോക്കിയിട്ടല്ല സാധാരണഗതിയിൽ ശ്രീ പിണറായി വിജയൻ അഭിപ്രായം പറയുക. എന്ന് പറയുന്നത് പോലെ പ്ലെയിൻ ആയിട്ടുള്ള അഭിപ്രായം പറയുക എന്നുള്ളതാണ് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് പറ്റിയത്. വളഞ്ഞു കെട്ടിയുള്ള വർത്തമാനങ്ങൾ ഇപ്പം നോക്കൂ. പിന്നെ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയെ ഒറ്റ കുത്തിന് കൊന്ന ഒരാൾ, അയാൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വലതുവശത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. എന്നാലോചിച്ച് നോക്കും. അമ്മാതിരിയുള്ള പ്രിവിലേജ് ഉള്ള ആളുകളാണ് കേരളത്തിലെ വലതുപക്ഷം. ഇടതുപക്ഷത്തിന് ആലോചിക്കാനേ പറ്റത്തില്ല. അപ്പോൾ ഇടതുപക്ഷം ഞങ്ങളുടെ ആളെ ഉണ്ടായിട്ട് എന്താ നിങ്ങൾ അവരോട് ചോദിക്കാത്ത ചോദ്യങ്ങൾ ഞങ്ങളോട് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. അങ്ങനെയല്ലത്. രണ്ടും രണ്ട് സ്റ്റാൻഡേർഡാണ്. ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് ഇപ്പൊ എൻ്റെ പോസ്റ്റിനടിയിലൊക്കെ വന്ന ആൾക്കാർ നിലവിളിക്കുന്നത് പിന്നെ അതൊക്കെ UDFന്റെ പ്രിവിലേജ് ആണ്. UDFന്റെ പ്രിവിലേജ് ആണ്. കാരണം ഈ ഓഡിറ്റിംഗ് നടക്കുന്നത് എപ്പോഴും ഓഡിറ്റ് ചെയ്യപ്പെടുന്ന ആളുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ചാണ്. ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യുന്നത് ഓഡിറ്റ് ചെയ്യുന്ന കമ്പനിയാണ് പറയേണ്ടത്. ഇന്ന സ്റ്റാൻഡേർഡ്സ് വെച്ചിട്ടാണ്. ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. പക്ഷെ ആ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിന്റെ ഈ കമ്പനി ഓഡിറ്റ് ചെയ്യുമ്പോൾ ഡയറക്ടർക്ക് എത്ര പണം കൊടുക്കാം എന്നുള്ളതിനെ കുറിച്ച് കമ്പനി തീരുമാനിച്ചിട്ടുണ്ട്. ആ തീരുമാനത്തിനനുസരിച്ചാണോ ഡയറക്ടർക്ക് പണം കൊടുത്തത് എന്നുള്ളതാണ് ഓഡിറ്റർ ഓഡിറ്റ് ചെയ്യുന്നത്. അപ്പൊ അത് 1,00,000 രൂപ കമ്പനിയുടെ ലാഭത്തിന്റെ 10% വരെ ബോണസ് കൊടുക്കാന്ന് പറഞ്ഞാൽ 15% കൊടുത്തിട്ടുണ്ടോ? ആ 10 15 തീരുമാനിക്കേണ്ടത് കമ്പനിയാണ് എന്ന് പറയുന്നത് പോലെയാണ് രാഷ്ട്രീയത്തിൽ. ഒരു ഭയങ്കര പോപ്പുലറായ ഒരു ഡയലോഗ് ഇല്ലേ, എന്താ ഗുരുവായൂരിലെ ചന്ദന എന്താ വെണ്ണ പോലെ അറിഞ്ഞിരിക്കണം, എന്താ അല്ല, ഇടതുപക്ഷത്തെ അതിന്റെ പ്രശ്നം അതല്ല. അത് മാധ്യമങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷം പറയുമ്പോൾ അത് ഗുരുവായൂരിലെ ചന്ദന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ പണ്ട് ഒരു കോപ്പി എഡിറ്റ് ചെയ്തുകൊണ്ട് കഴിയുമ്പം അപ്പൊ അയാൾ പറഞ്ഞു, ഞാൻ പറഞ്ഞു ഇത് എഡിറ്റിംഗ് പോരാന്ന് പറഞ്ഞപ്പോൾ, ഇത് ഗുരുവായൂരേക്ക് അരയ്ക്കുന്ന ചന്ദ്രനൊന്നും അല്ലല്ലോ എന്ന് എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു എന്താണ് ഗുരുവായൂരിലേക്ക് അരയ്ക്കുന്ന ചന്ദ്രത്തിന് പ്രത്യേകത? അപ്പൊ എന്നോട് പറഞ്ഞു, പിന്നെ ഗുരുവായൂരേക്ക് ചന്ദനം അരയ്ക്കുമ്പം അതിലൊരു തരി പോലും ഉണ്ടാവാൻ പാടില്ല. ഭയങ്കര സ്മൂത്ത് ആയിട്ടിരിക്കണം. അതിൻ്റെ അകത്ത് ഒരു തരത്തിലുള്ള ഇതും പാടില്ല. അതേസമയം കേരളത്തിലെ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഓഡിറ്റിങ്ങിന് വേണ്ടി മാധ്യമങ്ങൾ വെക്കുന്ന സ്റ്റാൻഡേർഡ് ഗുരുവായൂർ ചന്ദനത്തിൻ്റെയാണ്. അതേസമയം UDFന്റെ കാര്യത്തിലാകുമ്പോൾ അവിടുത്തെ ആന ഇടുന്ന പിണ്ടത്തിന്റെ അതേമാതിരി ആനപ്പിണ്ടം അറിയാലോ, അത് പിന്നെ അതിൻ്റെ അകത്ത് കല്ലും കരടും ഒക്കെ ഉണ്ട്. അതിന് സ്മൂത്തായിട്ട് ഒരു സാധനം കാണില്ല. അത് കഴിക്കുന്ന അതേപടി തിരിച്ചു വരുന്ന സാധനമാണ്. അയവെട്ടാത്ത മൃഗമാണ് ആന. അപ്പം അതുകൊണ്ട് അതിൻ്റെ ആനപ്പിണ്ടം എന്ന് പറയുന്നത് ഒരു വല്ലാത്ത ഒരു മെസ്സി സാധനമാണ്. അപ്പം ഈ സ്റ്റാൻഡേർഡ്സ് ഇവിടുത്തെ മാധ്യമങ്ങൾ ഉണ്ടാക്കുന്നത്. ഈ സ്റ്റാൻഡേർഡ്സ് ഇടതുപക്ഷം കൊണ്ടുനടക്കണമെന്ന് ഞാൻ പറയും. ദാറ്റ്സ് എ ഡിഫറെന്റ് ഇഷ്യൂ. മാധ്യമങ്ങൾ അത് ചെയ്യാൻ വേണ്ടി പാടില്ല. മാധ്യമങ്ങൾ പുറത്തുനിന്ന് സ്വതന്ത്രമായി ചെയ്യുമ്പോൾ അവർ രണ്ട് കക്ഷികളെ ഒരേപോലെ വേണം അവർ ഓഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. CPM പറയാം. ഇപ്പൊ CPM പറയുമ്പം 5,000 രൂപയിൽ കൂടുതൽ സംഭാവന വേണമെങ്കിൽ ജില്ലാ കമ്മിറ്റിയുടെ അനുവാദം വേണമെന്ന് തീരുമാനിക്കുന്ന പാർട്ടി CPM ആണ്. ആ സ്റ്റാൻഡേർഡ് CPM സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാധ്യമങ്ങൾക്ക് അത് ഫോളോ ചെയ്യാം. അതല്ലാതെ ഇപ്പം ഒരു ക്രിമിനൽ കേസിലെ, ഒരു കൊലപാതക കേസിലെ പ്രതിയെ പിന്നെ അയാൾക്ക് ഒരു തരത്തിൽ ഓഡിറ്റിങ്ങും ഇല്ല, ഒരു താൽക്കാലിക ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സർട്ടിഫിക്കറ്റ് വ്യാജമായിട്ടുണ്ടാക്കി എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും അത് കൊലപാതകത്തെക്കാൾ വലിയ കുറ്റമാണെന്നുള്ള മട്ടിൽ അതാണ് പറഞ്ഞത്. അത്
സ്വതന്ത്ര മാധ്യമങ്ങൾ ചെയ്യുന്നത് ശരിയല്ല. ദാറ്റ്സ് എ ഡിഫറെന്റ് ഇഷ്യൂ. പാർട്ടികൾക്ക് അവരവരുടേതായ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അപ്പം ഞാൻ പറയുന്നത്, ഇടതുപക്ഷ മുന്നണി അതിനെ രാഷ്ട്രീയമായിട്ട് ഓഡിറ്റ് ചെയ്ത് കഴിയുമ്പോൾ, അതിനെ സ്വയം ഓഡിറ്റ് ചെയ്യുമ്പം അതിൻ്റെ സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്തേ പറ്റൂ. മാധ്യമങ്ങൾ ഓഡിറ്റ് ചെയ്യുമ്പോഴല്ല, അവരവർ. ഞാൻ ഇടതുപക്ഷത്ത് ശരിയാണെന്ന് വിശ്വസിക്കുന്ന ഞാൻ ഓഡിറ്റ് ചെയ്യുന്നത് ഇടതുപക്ഷം സെറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റാൻഡേർഡ്സ് വെച്ചിട്ടാണ്. ഓരോ ഇടതുപക്ഷക്കാരനും അത് സെറ്റ് ചെയ്യേണ്ടത് അവരവരുടെ ആ രാഷ്ട്രീയമാണ്. നമ്മൾ നാട്ടുകാരോട് ആ ഇടതുപക്ഷ ഇടതുപക്ഷം രാഷ്ട്രീയം സെറ്റ് ചെയ്ത സ്റ്റാൻഡേർഡ്സിന്റെ താഴേക്ക് പോകണമെന്ന് ഇടതുപക്ഷക്കാർക്ക് ആഗ്രഹം ഉണ്ടോ ശരിക്ക്? അല്ല, താഴേക്ക് അവരുടെ പ്രശ്നം വെച്ചിട്ട് അവർ കമ്പയർ ചെയ്യുന്നു. അവർ കോൺഗ്രസുമായിട്ട് കമ്പയർ ചെയ്യുന്നു. കോൺഗ്രസിന് ഇത് ബാധകമല്ലല്ലോ അല്ല, എന്ന് അവർ. അതുകൊണ്ടാണല്ലോ ഇടതുപക്ഷ പാർട്ടി ആയിട്ട് ഇരിക്കുന്നത്. ഈ വ്യത്യാസം ഉള്ളതുകൊണ്ട് കൂടിയല്ലേ? അപ്പൊ അത് എനിക്ക് അതാണ് നിലനിൽക്കണ്ടേ? മനസ്സിലാവാത്തത്. അതുകൊണ്ടാണല്ലോ, അതാണ് ഞാനും അതാണ് പറയുന്നത്. ഈ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം നമ്മൾ തന്നെ ഈ സ്റ്റാൻഡേർഡ് കുറയ്ക്കണം എന്നെങ്ങനെയാണ് പറയുന്നത്? നമ്മൾ സെറ്റ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് അനുസരിച്ച് മാധ്യമങ്ങൾ ഓഡിറ്റ് ചെയ്യണം. നമ്മളെങ്ങനെയാണ് ഈ സ്റ്റാൻഡേർഡ് നമ്മൾ അങ്ങനെയാണെങ്കിൽ ഈ സ്റ്റാൻഡേർഡ് കുറയ്ക്കുന്നതായിട്ട് നമ്മൾ പറയണം. നാട്ടുകാരോട് നമ്മളത് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പം നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റാൻഡേർഡിൽ നിന്ന് താഴോട്ട് പോകണമെന്ന് നമ്മൾ തന്നെ പറയുന്നത്, നമ്മളെന്ന് പറഞ്ഞാൽ LDF ഇടതുപക്ഷ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ആളുകൾ പറയുന്നത് അൺആക്സെപ്റ്റബിൾ ആണ്. അത് ശരിയായിട്ടില്ല. കോൺഗ്രസ്സുകാർക്ക് ഇല്ലാത്ത പ്രിവിലേജുകൾ പലതുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ഈ പത്രങ്ങളിൽ പരസ്യം കൊടുക്കുന്നതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിലും, ഇത് ഈ സമുദായത്തെ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുക എന്നുള്ള ഒരു 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 പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഇത് ചെയ്യുന്നത്. അങ്ങനെയല്ല ആ സമുദായം ചിന്തിക്കുന്നത്. ആ സമുദായം ഇന്ത്യയിലെ ഏറ്റവും പൊളിറ്റിക്കൽ സാവി ആയിട്ടുള്ള ഒരു സമുദായമാണ്. അവർക്ക് അവരിപ്പോൾ ഇപ്പോൾ ഇടതുപക്ഷ മുന്നണിക്ക് ഇല്ലാത്ത ചില പ്രിവിലേജുകൾ UDFന് അവർ കൊടുക്കുന്നു, അല്ലെങ്കിൽ കോൺഗ്രസിന് കൊടുക്കുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. അത് എങ്ങനെയാണ് അത് കൊടുക്കുന്നത്? അവരെ സംബന്ധിച്ചിടത്തോളം ഒരു എക്സിസ്റ്റൻഷ്യൽ ത്രെട്ട് നേരിടുന്ന ഒരു സമുദായമാണ്. നമ്മൾ പലയിടത്തു നിന്നും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേൾക്കാറുണ്ട്. ഭീകരമായിട്ടുള്ള വർഗീയത, ഹിന്ദുത്വവാദികൾ മാത്രമല്ല, ഇപ്പോൾ ക്രിസ്ത്യാനികളും അതിൻ്റെ കൂടെ കൂടിയിട്ടുണ്ട്. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പം എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ആ സമുദായത്തിന് നല്ല ധാരണയുണ്ട്. കർണാടക അസംബ്ലി തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ കണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ സമുദായത്തെ ജീവിക്കാൻ വിടുന്നില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്കായിരുന്നു അവിടുത്തെ BJP സർക്കാർ എത്തിച്ചത്. അവരെന്താ ചെയ്തത്? അവരൊരാളും തെരുവിലിറങ്ങി, ഒരാളും മുദ്രാവാക്യം വിളിച്ചില്ല, ഒരാളും ബോംബ് പൊട്ടിക്കാൻ വേണ്ടി പോയില്ല. എന്താ അവർ ചെയ്തത്? അവർ തെരഞ്ഞെടുപ്പ് വന്നപ്പം വളരെ സമർത്ഥമായിട്ട് പോയി വോട്ട് ചെയ്തു, ആ സർക്കാരിനെ പുറത്താക്കി. ഭരണഘടനാപരമായി ജനാധിപത്യപരമായി അവർക്ക് അവകാശമുള്ള ആ അവകാശം ഉപയോഗിച്ചുകൊണ്ട് അവരെ ഉപദ്രവിച്ചുകൊണ്ടിരുന്ന ആൾക്കാരെ അവർ പുറത്താക്കി. ഇങ്ങനെ എന്താണ് ചെയ്യുക? ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 99 ലോക്സഭയിൽ 99 സീറ്റുള്ള കോൺഗ്രസിനോട് അവർ പെരുമാറുന്നത് 3 സീറ്റുള്ള LDFനോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് പെരുമാറുന്ന പോലെ അല്ല. അത് നിങ്ങൾ പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കേണ്ടതില്ല. അത് ഇടതുപക്ഷത്തോട് എന്തെങ്കിലും വിരോധം ഉണ്ടായിട്ടല്ല. ഇടതുപക്ഷത്തോട് ഏതെങ്കിലും തരത്തിൽ ഇടതുപക്ഷമാണ് അവർക്ക് എന്നും റിലേ ചെയ്യാൻ പറ്റുന്ന ആളുകൾ എന്ന് ചിന്തിക്കുന്ന മുസ്ലിം ന്യൂനപക്ഷത്തിന് യാതൊരു സംശയവുമില്ല. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം പ്രാക്ടിക്കലായി ഇടതുപക്ഷം ഒരു 50 സീറ്റ് കിട്ടുന്ന അവസ്ഥയിലാണ് എങ്കിൽ ഈ ചിത്രം മാറും. ഇതേ ഇടതുപക്ഷത്തെ ഓഡിറ്റ് ചെയ്യുന്ന അതേ സ്റ്റാൻഡേർഡ് വെച്ച് അവർ കോൺഗ്രസിനെ ഓഡിറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. പക്ഷെ ഇപ്പോൾ അവർക്ക് കോൺഗ്രസിന്റെ ബാബറി മസ്ജിദ് പൊളിച്ചപ്പം നിങ്ങളായിരുന്നില്ലേ പ്രധാനമന്ത്രി എന്നുള്ള ചോദ്യം ഇനി ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇന്ത്യയിലെ സാധാരണ മുസ്ലിമിന് ചോദിക്കാൻ വേണ്ടി വയ്യ. കാരണം RSSന്റെ കണ്ണിൽ നോക്കി നിങ്ങൾ ഈ രാജ്യത്ത് നശിപ്പിച്ചുകൊണ്ടിരിക്കാൻ ആളുകളാണ് എന്ന് ഒരു മുസ്ലിമിനെ നോക്കുമ്പോൾ അവിടെ പാർലമെന്റിൽ ഒച്ച വെച്ച് പറയാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി എന്നൊരു കോൺഗ്രസ് ആണ്. അപ്പം നിങ്ങൾ ഇങ്ങനെ വേണം കോൺഗ്രസിനെ ഓഡിറ്റ് ചെയ്യാൻ എന്ന് ഇടതുപക്ഷം ഈ രാജ്യത്തെ മുസ്ലിം ന്യൂനപക്ഷത്തോട് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവർക്കതറിയാം. അറിയത്തില്ലാത്തത് കൊണ്ടല്ല. അവർ ഏറ്റവും ജനാധിപത്യപരമായിട്ട് ഏറ്റവും പ്രാഗ്മാറ്റിക് ആയിട്ടുള്ള തീരുമാനം എടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇടതുപക്ഷത്തോട് ഏതെങ്കിലും വിധത്തിലുള്ള ഇപ്പം പാലക്കാട്ടെ കഴിഞ്ഞ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിന് ശേഷം MP രാജേഷിന്റെ പരാജയം അത് വളരെ ഞെട്ടിപ്പിക്കുന്ന പരാജയം. അദ്ദേഹത്തോട് അടുത്ത സമുദായം നിങ്ങളോട് ഒരേ എതിർപ്പം ഉണ്ടായിട്ടല്ല. MP രാജേഷിന് വോട്ട് ചെയ്യരുത് എന്ന് ആരും പറഞ്ഞു പോലുമില്ല. കോൺഗ്രസിന് വോട്ട് ചെയ്യണം എന്ന് മാത്രമേ അവർ പറഞ്ഞുള്ളൂ. ഇടതുപക്ഷത്തെക്കുറിച്ച് അവർ ഒരക്ഷരം നെഗറ്റീവായിട്ട് പറഞ്ഞില്ല. അവരെ സംബന്ധിച്ചിടത്തോളം പാർലമെന്റിൽ കോൺഗ്രസിന് പരമാവധി സീറ്റ് കിട്ടുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇടതുപക്ഷത്തോട് ഒരു ദേഷ്യവുമില്ല. അപ്പം നമ്മൾ ഇതിനെയൊക്കെ അങ്ങനെ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന ആളുകളൊക്കെ വർഗീയവാദികളാണ്,
നമുക്ക് വോട്ട് ചെയ്താൽ മാത്രമേ അവർക്ക് സെക്യുലറാണ് എന്നുള്ളതൊന്നും രാഷ്ട്രീയപരമായി ഒട്ടും നിലനിൽക്കുന്ന വാദമല്ല. അത് ഈ രാഷ്ട്രീയം കൊണ്ടു നടക്കുന്ന മനുഷ്യര്, ഈ നിലപാടുകൾ എടുക്കുന്ന മനുഷ്യര് നമ്മുടെ ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 20 വർഷം മുമ്പാണെങ്കിൽ നമുക്ക് വളരെ കുറച്ചുകൂടി രൂക്ഷമായിട്ട് അവരെ ഓഡിറ്റ് ചെയ്യാം. ഇപ്പൊ അതല്ല അവസ്ഥ. പാർലമെന്റിൽ ഏതൊക്കെ ദിവസം എന്തൊക്കെ ബില്ലാ വരുന്നത് നമുക്കൊരു പിടുത്തവും ഇല്ലാത്ത പാർലമെന്റിൽ ഇപ്പോൾ ലോക്സഭയിൽ അത്ര എളുപ്പമല്ല ജയിക്കാൻ വേണ്ടിയിട്ട് എന്നുള്ള വസ്തുത ഉണ്ടെങ്കിലും അങ്ങനത്തെ ഒരു 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 സാഹചര്യത്തിൽ ആ സാഹചര്യം കൂടി മനസ്സിലാക്കിയിട്ടാണ് ഈ മനുഷ്യർ വോട്ട് ചെയ്യുന്നത്. അപ്പൊ അവരൊക്കെ വർഗീയവാദികളാണ് എന്ന് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ ശ്രീധരൻ വോട്ട് ചെയ്ത ആൾക്കാർ, ശ്രീധരൻ വോട്ട് ചെയ്ത ആൾക്കാർ ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന് വോട്ട് ചെയ്തെങ്കിൽ ആ തീവ്രവാദികളെല്ലാം, ആ മതവാദികളെല്ലാം ഇപ്പൊ പോയി രാഹുൽ മാങ്കൂട്ടത്തിന് വോട്ട് ചെയ്തു എന്നൊക്കെ പറയുന്നത് പിന്നെ നെയ്വിറ്റി, പൊളിറ്റിക്കൽ നെയ്വിറ്റി എന്നൊക്കെ എനിക്കതിനെ പറയാൻ പറ്റും. എനിക്ക് അങ്ങനെയുള്ള മനുഷ്യരോട്, അത്തരം രാഷ്ട്രീയം പറയുന്ന ആളുകളോട് ചർച്ച ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതല്ല അതിൻ്റെ ശരിയായ രാഷ്ട്രീയം. ഇടതുപക്ഷത്തിന്റെ ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ ശക്തിയെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ പ്രത്യയശാസ്ത്രത്തിന് വലിയ വിലയുണ്ട്. പക്ഷെ തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ ജയം എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രം ലക്ഷ്യമാക്കി പ്രത്യയശാസ്ത്രമൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടാണോ തെരഞ്ഞെടുപ്പിന് ഇടതുപക്ഷം നേരിടേണ്ടത്? പാലക്കാട് തെരഞ്ഞെടുപ്പ് നോക്കുകയാണെങ്കിൽ കോൺഗ്രസിൽ നിന്ന് വന്ന സരിൻ ഇവിടെ, പത്തനംതിട്ടയിൽ നിന്ന് പോയി ഷാഫിയുടെ നോമിനി പോലെ മത്സരിക്കുന്ന രാഹുൽ അവിടെ, സന്ദീപ് വാര്യർ പെട്ടെന്ന് ഇപ്പുറത്തേക്ക് ചാടി വന്ന് പെട്ടെന്ന് കോൺഗ്രസ് ആകുന്നു. അപ്പോൾ പാലക്കാട് തെരഞ്ഞെടുപ്പിന് ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഏത് രീതിയിലാണ് ഈ പാലക്കാടൻ തെരഞ്ഞെടുപ്പ് രേഖപ്പെടുത്തുക? ഇടതുപക്ഷത്തിന് നേരത്തെ പറഞ്ഞതുപോലെ ആ രീതിയിലേക്ക് ഓഡിറ്റ് ചെയ്യുകയാണെങ്കിൽ ജയിച്ചാൽ മാത്രം മതിയോ? ഏതെങ്കിലും സ്ഥാനാർത്ഥിയെ നിർത്തി ഏതെങ്കിലും ഒരു ചിഹ്നത്തിൽ ജയിക്കുക എന്നുള്ളത് മാത്രമാണ് ഒരു തെരഞ്ഞെടുപ്പിനെ ഇടതുപക്ഷം നേരിടേണ്ടത്? അങ്ങനെ ഒരു വലിയ കോംപ്രമൈസ് ഇടതുപക്ഷം വരുത്തിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല. സന്ദീപ് വാര്യരെ കുറിച്ച് എന്താണ് MP രാജേഷ് പറഞ്ഞത്? അദ്ദേഹത്തിന് നിലപാടുകളാണ് പ്രശ്നം എന്നുള്ളതാണ് പറഞ്ഞത്. ആ നിലപാടുകൾ തന്നെയാണ് പ്രശ്നം. ഈ നിലപാടുകളിൽ അദ്ദേഹം പുലർത്തിക്കൊണ്ടിരുന്ന, അന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്ന വർഗീയ വർത്തമാനം നിർത്തി സെക്യുലർ ആ നിലപാടുകളെ തള്ളിപ്പറഞ്ഞാൽ അദ്ദേഹത്തെ ഇടതുപക്ഷം സ്വീകരിക്കുന്നതിൽ ഞാനൊരു തെറ്റ് കാണുന്നില്ല. സരിൻ എന്ന് പറയുന്ന കോൺഗ്രസ്സുകാരൻ LDFിലേക്ക് വരുന്നതിൽ ഞാനൊരു തെറ്റ് കാണുന്നില്ല. അത് ഇടതുപക്ഷം അതിന്റെ പ്രത്യയശാസ്ത്രം മുഴുവൻ എടുത്ത് കൊട്ടയ്ക്കകത്തിട്ടിട്ടാണ് അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്ക് ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോയെന്നുള്ള ഒരു തോന്നലും എനിക്കില്ല. അത്ര വലിയൊരു കോംപ്രമൈസ് അവിടെ 3-ാം സ്ഥാനത്തുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. അവർക്കൊരു സർക്കാരിനെതിരെയുള്ള വികാരമുണ്ടാകും എന്നുള്ള ഭയം ഏറ്റവും താഴെ തട്ടിലുള്ള പാർട്ടി പ്രവർത്തകർക്കുണ്ടായിരുന്നു. ഞാൻ അവരോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ഒരാൾ കൂടിയായിരുന്നു സരിൻ. പിന്നെ സരിൻ്റെ ഒരു കോൺഗ്രസ്സുകാരനായതുകൊണ്ട് അതിന് അദ്ദേഹം മീഡിയയോട് ഇടപെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു പോസിറ്റീവ് വൈബ്, ഇതൊക്കെ ഒരു എൻട്രി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇടതുപക്ഷത്തെ അന്ന് സഹായിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചില സംഭവങ്ങളൊക്കെ ഉണ്ടായത് ശരിക്കും തിരിച്ചടിച്ചിട്ടില്ലായിരുന്നെങ്കിൽ 2-ാം സ്ഥാനത്ത് സരിൻ സെറ്റിൽ ചെയ്തേനെ എന്നുള്ള തോന്നലാണ് എനിക്കുള്ളത്. അതുകൊണ്ട് വലിയ തോതിലുള്ള കോംപ്രമൈസുകളൊന്നും വരുത്തി എന്ന് എനിക്ക് തോന്നുന്നില്ല. കോൺഗ്രസ് ആകെ കൂടി ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്, ഈ സന്ദീപ് വാര്യർ ഇത്രയും കാലം നടന്ന വർഗീയ വർത്തമാനം, അത് RSS നടത്തുന്ന ഈ കാര്യം അത് ശരിയല്ല എന്ന് പറയുകയാണെങ്കിൽ, ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് ഉള്ള പ്രസൻസ് എനിക്ക് അൺആക്സെപ്റ്റബിൾ ആണ്. എനിക്ക് ഈ പ്രശ്നം ഉണ്ട്. അതായത് കശ്മീരിലെ കാര്യം പറഞ്ഞു. അപ്പൊ സന്ദീപ് വാര്യർ അത് തിരുത്തിന്ന് എങ്ങനെയാണ് പ്രൂവ് ചെയ്യേണ്ടത്? ഏത് രീതിയിലാണ് അത് പറയണമെങ്കിൽ അദ്ദേഹം പറയണം. ഈ ആളുകളെ കത്തിക്കുക എന്നുള്ള, ഒന്നുകിൽ ഞാനൊന്ന് പറഞ്ഞ തെറ്റായിപ്പോയി എന്ന് പറയണം, അല്ലെങ്കിൽ അത് RSSന്റെ നിലപാടായിരുന്നു, ഞാനിപ്പോൾ RSSൽ ഇല്ല, അതുകൊണ്ട് എനിക്ക് ആ നിലപാടില്ല എന്ന് അദ്ദേഹം പറയേണ്ടതുണ്ട്. എനിക്ക് തോന്നുന്നത് ഇടതുപക്ഷം അക്കാര്യത്തിൽ നിർബന്ധം പിടിച്ചിട്ടുണ്ടാവും. അതല്ലായിരുന്നു അദ്ദേഹം ഇപ്പോൾ ഇടതുപക്ഷത്തിൽ ഉണ്ടായിരുന്നേ.